സുബ്ഹാനല്ലാഹ്. ഖൽബിൽ പേടില്ലെങ്കിൽ കൈകാലുകൾക്ക് പേടില്ല. ലൗ ഖശഅ ഖൽബു ഹാദാ ലഖശഅത് ജവാരിഹു. ഈ മനുഷ്യന്റെ ഹൃദയത്തിന് അല്ലാഹുവിനെ പേടിയുണ്ടായിരുന്നെങ്കിൽ അവന്റെ കൈകാലുകൾ അല്ലാഹുവിനെ പേടിക്കുമായിരുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്തേ കാരണം എന്നറിയോ? ഖൽബാണ് കിങ്, ഖൽബാണ് രാജാവ്. അതുകൊണ്ട് നിബിതങ്ങൾ പറയുമായിരുന്നു, ഇസ്തവൂ വലാ തഖ്തലിഫൂ. നിസ്കാരത്തിന് മിഹ്റാബിലേക്ക് കയറി നിൽക്കുമ്പോ ഇമാം നിൽക്കുന്ന ഹബീബായി തങ്ങൾ പറയുന്ന വാക്കാണത്, ഇസ്തവൂ. ഇസ്തവൂ, സ്റ്റഡിയായി നിൽക്കണം. നിസ്കരിക്കാൻ നിൽക്കുമ്പോ സഫ് റെഡിയാക്കണം. വലാ തഖ്തലിഫൂ, ഒരാളുടെ കാലൊന്ന് ബേക്കോട്ട്. എല്ലാവരും സഫിൽ ഒരു ലൈനിൽ, നാലാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിൽക്കലിൻ. ഇസ്തവൂ, നിങ്ങൾ ശരിയായി നിൽക്കണേ. വലാ തഖ്തലിഫൂ, നിങ്ങൾ ഭിന്നിച്ചു നിൽക്കരുതേ. ഫതഖ്തലിഫ ഖുലൂബുകും, നിങ്ങളുടെ ഹൃദയത്തിൽ ഭിന്നിപ്പ് വരും, നിങ്ങളുടെ ഹൃദയം ഭിന്നിച്ചു പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബിന്റെ ഉള്ളിൽ ഭിന്നിപ്പുണ്ടാകുമ്പോഴാ അങ്ങനെ സഫിൽ റെഡിയായി നിൽക്കാൻ തോന്നാതിരിക്കാൻ. അത് സാരല്ല, അങ്ങനെ നിൽക്കുക. അല്ല, ഞാൻ എന്റെ കൂട്ടുകാരന്റെ കൂടെ നിൽക്കട്ടെ, അവിടെ വിടവ് വരാൻ പാടില്ല, പിശാച് കയറി നിൽക്കും എന്നുദ്ദേശിച്ച് ഖൽബ് റെഡിയാണെങ്കിൽ അവൻ സഫ് റെഡിയാക്കിയേനെ. അതുകൊണ്ട് സഫ് റെഡിയാക്കാതിരിക്കരുത്. അങ്ങനെ വന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ വളവ് വരും. സഫ് വളഞ്ഞാൽ ഖൽബ് വളയും എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഫ് വളഞ്ഞാൽ ഖൽബ് വളയും, ഖൽബ് വളയുമ്പോഴാണ് സഫ് വളഞ്ഞത് എന്നാണ് ഇതിന്റെ സാരം. അപ്പോ ഹൃദയം വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു ഇറച്ചി കഷ്ണമുണ്ട്. ഇദാ സ്വലുഹത് സ്വലുഹൽ ജസദു കുല്ലുഹു, ആ ഒരു കഷ്ണം നന്നായാൽ ശരീരം മുഴുവനും നന്നായി. ഹൃദയം എന്ന കഷ്ണം നന്നായാൽ പറയുന്ന വാക്ക് നന്നായി. ഹൃദയമെന്ന കഷ്ണം നന്നായാൽ എഴുതിവിടുന്ന പോസ്റ്റുകൾ നന്നാവും. ഹൃദയമെന്ന ഖൽബ് നന്നായാൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയാകും. ഖൽബെന്ന ഒരു കഷ്ണം നന്നായാൽ പ്രവർത്തനങ്ങൾ നന്നാവും. ഖൽബെന്ന ഒരു കഷ്ണം നന്നായാൽ നിങ്ങളുടെ പെരുമാറ്റം നന്നാവും. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് മോശമായാൽ എല്ലാം മോശമാവും. ഇത് പഠിപ്പിച്ചത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹൃദയമെന്ന രാജാവിനെ ശരിയാക്കിയെടുക്കാനാണ് ആദ്യമായി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിക്കുന്നത്. ഇസ്ലാം പൂർത്തിയാകുന്നത് 23 വർഷം കൊണ്ടാണ് നബിയുടെ കാലത്ത്. എത്ര വർഷം? 23. ഈ 23-ൽ 13 കൊല്ലം മക്കയിൽ, 10 വർഷം മദീനയിൽ. 13 കൊല്ലം മക്കയിൽ, 10 വർഷം മദീനയിൽ. അപ്പൊ 13 10 23. തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത് തങ്ങൾക്ക് 40 വയസ്സുള്ളപ്പോ 63 വയസ്സിൽ തങ്ങൾ വഫാത്താകുന്നു. അപ്പൊ എത്ര വർഷം? 40 63ലേക്ക് 23. അറിയാമല്ലോ, ഈ 23 കൊല്ലത്തിനിടക്ക് ആദ്യത്തെ 13 വർഷം മക്കയിലുള്ള ആ ഒരു ജീവിതകാലത്ത് വിശുദ്ധ ഖുർആനിൽ സ്വർഗവും നരകവും എന്നല്ലാതെ നിയമങ്ങൾ അല്ലാഹു ഇറക്കിയിട്ടില്ലെന്ന് ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഇന്നമാ നസല അവ്വല മാ നസല മിനൽ ഖുർആനി സൂറത്തുൻ മിനൽ മുഫസ്സലി, മുഫസ്സലായ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറയാണ് ആദ്യമായി മക്കയിൽ അവതരിക്കുന്നത്. ഫീഹാ ദിക്റുൽ ജന്നതി വന്നാർ, ആ സൂറയിൽ നരകവും സ്വർഗവും അല്ലാഹു പറയുന്നുണ്ട്. നരകം, സ്വർഗം, ഇതാണ് മക്കയിലെ സൂറത്തുകളിൽ കാണാൻ കഴിയുന്നത്. അല്ലാഹുവിനെ പറ്റിയും പരലോകത്തെ പറ്റിയുമുള്ള ചിന്തകൾ അമ്മ ജുസങ്ങൾ എടുത്തു നോക്കിയാൽ അധിക സൂറത്തുകളും അതിൽ മക്കിയായ സൂറത്തുകളാ, മക്കയിൽ ഇറങ്ങിയ സൂറത്തുകളാ. ഖിയാമത്തിനെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്. ഫഅമ്മാ മൻ തഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയഹ وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. തുലാസ് നന്മ കൊണ്ട് കനം തൂങ്ങിയാൽ സ്വർഗമാണ്, തുലാസ് നന്മ കൊണ്ട് കനം കുറഞ്ഞു പോയാൽ നരകമാണ്. ഏതൊക്കെയാണ് ഈ തിന്മകൾ, ഏതൊക്കെയാണ് ഈ നന്മകൾ വിശദീകരിക്കപ്പെടുന്നത് 13 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഹത്താ ഇദാ സാബന്നാസു ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വന്നപ്പോ നസലൽ ഹലാലു വൽ ഹറാം, ഹലാലും ഹറാമും അല്ലാഹു ഇറക്കി തരികയാണ് ഉണ്ടായത്. ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഹലാൽ എന്താണെന്ന് പഠിപ്പിച്ചു, ഹറാം എന്താണെന്ന് പഠിപ്പിച്ചു. 10 വർഷമെടുത്ത് ഇറങ്ങിയ സൂറയാണ് സൂറത്തുൽ ബഖറ.
സൂറത്തുൽ ബഖറ പൂർത്തിയാവാൻ 10 വർഷം എടുത്തിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലാണ് നൂറുകണക്കിന് നിയമങ്ങൾ അല്ലാഹു ഇറക്കിയത്. ആ 10 വർഷം എടുത്തിറങ്ങിയ സൂറയോ മദീനയിലെ 10 വർഷമാണ്. എപ്പോ നരകവും സ്വർഗവും അല്ലാഹു ആദ്യം പഠിപ്പിച്ചു. ഖൽബ് ഇങ്ങോട്ട് പിടിച്ചു നിർത്തി. അള്ളാന്റെ സ്വർഗം വേണ്ടേ? ഖൽബിനെ അല്ലാഹു ചികിത്സിച്ചു. നരകത്തിൽ പോവാതെ സൂക്ഷിക്കണ്ടേ? വേണം വേണം എന്ന ആഗ്രഹം തുടങ്ങി. ആ സമയത്താണ് അല്ലാഹു ഹലാലും ഹറാമും പഠിപ്പിച്ചത്. ഒന്നുകൂടെ വിശദീകരിക്കുകയാണ് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹാ. വലൗ നസല അവ്വല ശൈഇൻ, ആദ്യമായി ഇറങ്ങിയത് ലാ തശ്റബുൽ ഖംറ, കള്ള് കുടിക്കരുത് എന്നാണ് ഇസ്ലാമിൽ ആദ്യം ഇറങ്ങിയ സൂറത്തെങ്കിൽ ലഖാലൂ, കള്ള് മൂക്കറ്റം കുടിച്ചിരുന്ന അവര് പറഞ്ഞേനെ ലാ നദഉൽ ഖംറ അബദാ, ഞങ്ങൾ കള്ളുപേക്ഷിക്കുകയേ ഇല്ല, ഞങ്ങൾക്കത് ഉപേക്ഷിക്കാൻ പറ്റൂല എന്നവര് പറഞ്ഞേനെ. വിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയത് ലാ തസ്നൂ, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നായിരുന്നെങ്കിൽ ലഖാലൂ, ഇസ്ലാമിലേക്ക് വന്നവർ പറഞ്ഞേനെ ലാ നദഉ സിന അബദാ, വ്യഭിചാരം ഞങ്ങൾക്ക് നിർത്താൻ പറ്റില്ല. പക്ഷേ അതൊക്കെ ഇറങ്ങുന്നത് വർഷങ്ങൾക്ക് ശേഷം. 13 കൊല്ലം അല്ലാഹു പഠിപ്പിച്ചത് ഹൃദയം ശുദ്ധിയാക്കുകയായിരുന്നു. 13 കൊല്ലം നിബിതങ്ങൾക്ക് നിസ്കാരമുണ്ട്, സ്വഹാബികളിൽ ചില ആളുകൾക്ക് നിസ്കാരമുണ്ട്. പക്ഷേ 5 നേരത്തെ ഫർള് നിസ്കാരം ഇറങ്ങുന്നത്, നിർബന്ധമാക്കപ്പെടുന്നത് മദീനയിലേക്ക് ചെന്നതിന്റെ ശേഷമല്ലയോ? 13 കൊല്ലം കഴിഞ്ഞിട്ടാ ഫർള് നിസ്കാരം വരുന്നത്, അല്ലാഹു നിർബന്ധമാക്കുന്നത്. അതുമാത്രമല്ല, കള്ളു കുടിക്കരുത് എന്ന അല്ലാഹുവിന്റെ നിയമം ഇറങ്ങുന്നത് ഹിജ്റയുടെ 2-ാം വർഷമാണ് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്ക് നുബുവത്ത് കിട്ടിയിട്ട് 15 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് കള്ളു കുടിക്കരുത് എന്ന് അല്ലാഹു പറയുന്നത്. സകാത്ത് കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ നിയമം വരുന്നത് ഹിജ്റയുടെ 2-ാം വർഷമാണ്. ഇസ്ലാമിന്റെ ആരംഭം തുടങ്ങി 15 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം. പെണ്ണുങ്ങളോട് ഹിജാബ് ധരിക്കണമേ, നിങ്ങളുടെ ശരീരം മുഴുവനും ഔറത്താണ്, ശരീരം മറച്ചു നടക്കണേ എന്ന ഹിജാബിന്റെ ആയത്തുകൾ സൂറത്തുൻ നൂറിലും സൂറത്തുൻ നിസായിലും സൂറത്തുൽ ബഖറയിലും അല്ലാഹു ചർച്ച ചെയ്ത് ഇറക്കിയത് ഹിജ്റയുടെ 6-ാം കൊല്ലമാണ്. വിശുദ്ധ ഖുർആൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന് ഇറങ്ങിയിട്ട് 19 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് പെണ്ണുങ്ങൾക്ക് ഹിജാബിന്റെ ആയത്ത് വരുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഈ നിയമങ്ങൾ നടപ്പാക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു ചികിത്സിക്കുന്നത് ഹൃദയമാണ്. ഖൽബ് റെഡിയാക്കാൻ അവർക്ക് നരകവും സ്വർഗവും പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു, പരലോകത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു. ഹലാലും ഹറാമും പഠിപ്പിക്കുന്ന നിയമങ്ങൾ വരുന്നത് ഇത് അല്ലാഹുവിന്റെ യുക്തിയാണ്. എന്തേ കാരണം എന്നറിയോ? ആ ഹൃദയം ശരിയായാലേ കർമ്മങ്ങൾ ശരിയാവൂ. ഖൽബ് ചികിത്സിക്കാതെ കള്ളുടിക്കരുത് പറഞ്ഞാൽ ഒരു നിൽക്കോ, ഞങ്ങൾക്ക് കുടിച്ചേ പറ്റൂ എന്ന് പറയും. അല്ലാഹു ഈ രീതിയിൽ ചികിത്സിച്ചത് കൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അന്ന് മദീനയിൽ ചെന്ന് ഞാനൊരു വാക്കേ പറഞ്ഞുള്ളൂ അവരോട്, യാ മഅശറൽ അൻസ്വാർ. അന്ന് ബാറുകൾ എന്ന് പറയേണ്ട, സർവ്വ പീടിയിലും കള്ളുള്ള കാലമാണ്. പ്രത്യേകിച്ചൊരു ബാർക്കുമുണ്ട്, അന്ന് എല്ലാ ഷോപ്പിലും കള്ളാണെന്ന് മദീനയിൽ. ശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി, إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. കള്ളും ഗാംബ്ലിങ്ങും അതുപോലെ തന്നെ ഫോർച്യൂൺ സെല്ലിങ്ങും നിങ്ങൾ ശകുനം നോക്കുന്നതുമെല്ലാം പൈശാചികമാണ്. നിസ്കരിക്കാതെയും അല്ലാഹുവിനെ ഓർക്കാതെയും ജീവിക്കാനാണ് പിശാച് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് നിർത്താനാവുമോ? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനക്കാരായ അൻസ്വാരികളോട് ഞാൻ ആ വാക്ക് ചെന്ന് ഖുർആൻ ഒന്ന് ഓതിക്കൊടുക്കുകയേ വേണ്ടൂ. ഇൻതഹൈനാ, ഞങ്ങൾ നിർത്തി പടച്ചവനെ, ഞങ്ങൾ നിർത്തി അല്ലാ, ഞങ്ങൾക്കിനി കള്ളു വേണ്ട എന്ന് പറഞ്ഞ് വലിയ വലിയ കള്ളിന്റെ പാത്രങ്ങൾ അൻസ്വാരികൾ കൈകൊണ്ട് തച്ചുടച്ചത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. എന്തേ കാരണം എന്നറിയോ? കൽബ് ചികിത്സ ചെയ്ത് റെഡിയായി നിൽക്കാൻ. ആ കൽബിലേക്കാ നിയമം വരുന്നത്. റെഡി പടച്ചവനെ, ഞങ്ങൾ ഒരുക്കമാണ്, നീ പറയാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു റബ്ബേ, ഞങ്ങൾ നിർത്താൻ റെഡിയാണ്. ഈ കൽബ്
കിങ്. ഇവിടെ നിന്നാണ് ആജ്ഞകൾ വരുന്നത്. അതുകൊണ്ട് ആ കൽബിനെ ശുദ്ധിയാക്കാൻ അള്ളാഹു ആദ്യം അവന്റെ അഹ്കാമുകൾ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ നിയമങ്ങൾ പോലും മാറ്റിവെച്ച് അള്ളാഹു തആല റബ്ബിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൽബിനെ ശുദ്ധിയാക്കിയെടുക്കുകയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ കുട്ടികളായിരിക്കെ ഞങ്ങളെ വിളിച്ചിട്ട് പറയും, അള്ളാഹുവിനെ പറ്റി പറഞ്ഞുതരും. ഞങ്ങളെ വിളിച്ചിട്ട് ഒരുപാട് ആഖിറത്തെ കുറിച്ച് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞുതരും. എന്നിട്ടാണ് ഞങ്ങളെ ഖുർആൻ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഖുർആൻ പഠിച്ചു. ഞങ്ങൾ ആദ്യം പഠിച്ചത് അള്ളാഹുവിനെ കുറിച്ചാണ്. പിന്നെയാണ് ഞങ്ങൾ ഖുർആനിന്റെ അഹ്കാമുകളും ഖുർആനും മനഃപ്പാഠമാക്കിയത്. അവര് പറഞ്ഞു, ഇന്നിപ്പോ അത് മാറിയിട്ടുണ്ട്. അള്ളാഹുവിനെ പറ്റിയൊക്കെ പിന്നെ പഠിക്കണത്. ആദ്യം നമ്മൾ ഒരുപാട് മനഃപ്പാഠമാക്കി തുടങ്ങുന്നു. അള്ളാഹുവിനെ പറ്റി ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല കുട്ടിക്ക്. അത് വല്ലാത്തൊരു വിരോധാഭാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ. അപ്പോ ഹൃദയം ശുദ്ധിയാക്കേണ്ടതിന്റെ ആവശ്യകതയിൽ ഒന്നാമത്തേത് ഹൃദയമാണ്. കമാൻഡ് ചെയ്യുന്ന അധികാരി ഹൃദയമാണ്. ആ കൽബിനെ ശുദ്ധിയാക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. രണ്ടാമത്തേത്, ആ ഹൃദയം പിശാച് ലക്ഷ്യമാക്കുന്ന ഇടമാണ്. പിശാച് നോക്കുന്നത് കൽബിലേക്കാണ്. കൽബിനെ ഒന്ന് മോശമാക്കിയാൽ മനുഷ്യൻ തകരുമെന്ന് പിശാചിനറിയാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ചില സ്വഹാബികൾ വന്നു പറഞ്ഞു, നബിയേ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഞങ്ങളെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട് നബിയേ. എന്താണ് ആയത്തെന്നറിയോ? ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഇന്നസ്സംഅ വൽ ബസറ, തീർച്ചയായും മനുഷ്യന്റെ കേൾവിയും മനുഷ്യന്റെ കാഴ്ചയും, വൽ ഫുആദ, മനുഷ്യന്റെ മനസ്സും, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, ഇതിനെക്കുറിച്ചെല്ലാം നാളെ ചോദ്യമുണ്ട് എന്ന് അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കി. എന്തിനൊക്കെ പറ്റിയ ചോദ്യം? കേൾക്കുന്നതിനെ കുറിച്ച് ചോദ്യമുണ്ട്. അതുകൊണ്ട് പാട്ടുകാരൊക്കെ ശ്രദ്ധിച്ചു.